ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഞാനേ കുറച്ച് റാൻഡം ആയിട്ടുള്ള പോസ്റ്റുകൾ ഇപ്പം എൻ്റെ ഫീഡ് നോക്കിക്കഴിഞ്ഞാൽ മൊത്തം സൂംബയെ പറ്റിയിട്ടുള്ള സാധനങ്ങളെ വരുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ കുറച്ച് സംഭവങ്ങൾ നമുക്ക് റിയാക്ട് ചെയ്യാം. ഷുക്കൂർ വക്കീൽ നമ്മളെ ഈ മൂവിയിലൊക്കെ ഉണ്ടായിരുന്ന എന്നാ തങ്കേസ് കോഡ് അതുപോലെ മൂവിയിലൊക്കെ ഉണ്ടായിരുന്ന ഒരു ആളാണ്. അപ്പോൾ ആളുടെ ഒരു പ്രതികരണത്തിലേക്ക് നമുക്കൊന്ന് പോവാം. യഥാർത്ഥ പ്രശ്നം ഒരുതരം മാനസിക വൈകൃതമാണ് ഇവർക്ക്. ഈ സംസാരിച്ച ആളാരാണെന്നറിയില്ല. അയാൾ കേരളത്തിലെ മുസ്ലിം സമുദായത്തെ റെപ്രസെന്റ് ചെയ്യുന്ന ആളാണെന്ന് ഞാൻ വിചാരിക്കുന്നേ ഇല്ല. കേരളത്തിലെ മുസ്ലിം സമുദായത്തിലെ മഹാഭൂരിപക്ഷവും ഇവരുടെ നിലപാട്. അപ്പോൾ ഇതിൻ്റെ കമൻറ്റ് ബോക്സ് നമുക്കൊന്ന് നോക്കാം. ഞാനിവിടെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണിച്ചു തരാം കമൻറ്റ്. മതത്തിൻ്റെ കാര്യം മതസംഘടനകളല്ലാതെ നാസമെന്ന് പറയോ, ഇയാൾ എന്തായി പറയുന്നത്? അങ്ങനെയാണ് ഒരു കമൻറ്റ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. 17ഓളം റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ വെനം എന്താണ് MSTR_2 എന്നും പറയുന്നൊരു വേറൊരു അക്കൗണ്ടിൽ നിന്ന് അവന് റിപ്ലൈ കൊടുത്തേക്കാം. അല്പവസ്ത്രമണിഞ്ഞ സ്ത്രീകളുടെ ശരീരം കണ്ട് സുഖിക്കാൻ. ഇവിടെ ഗാ എന്ന് പറയുമ്പോൾ ആ ഗായല്ല കേട്ടോ, മറ്റേ ഖ രണ്ടാമത്തെ ഗായ വരിക. അക്ഷരത്തെറ്റുണ്ട്, എന്നാലും കുഴപ്പമില്ല. ശരീരം കൊണ്ട് സുഖിക്കാൻ വേണ്ടി മാത്രമുള്ള കരച്ചിലാണിത്. പ്രത്യേകിച്ചും വസ്ത്രം കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ശരീരം മറക്കണം എന്ന് ഇസ്ലാം പറയുമ്പോൾ ദഹിക്കാത്ത ചിലരുണ്ടല്ലോ, അവർക്കും വീണ് കിട്ടിയൊരു അവസരം. പേര് സൂംബ മായിർ. എൻ്റെ പൊന്നോ, ചെറിയ കുട്ടികളൊക്കെ അങ്ങനെ കാണുന്നുണ്ടല്ലോ, അവനെ പോലുള്ളവനെ ആദ്യം അടിക്കണം. അത് അമ്മാതിരി രീതിയിൽ കാണുമ്പോൾ ഇനി ഒക്കെ എത്ര ആയാലും അങ്ങനെയുള്ളവർ ഉണ്ടാവും. എൻ്റെ പൊന്നു മോനെ സൂംബ എന്നാണ്, അല്ലാതെ പോലെ ഡാൻസ് എന്നല്ല പറഞ്ഞേ. എന്തേലും ഒരു ഡാൻസ് എന്ന് കേൾക്കുമ്പോഴേക്ക് അരവസ്ത്രം കൊണ്ട് വന്നോളും. എന്താണേലും റേഷണൽ ആയിട്ടുള്ള കാര്യം പറ. സ്കൂളിലെ ഒരു ഡാൻസ് പരിപാടി മതവും തമ്മിൽ എന്താ ബന്ധം? അപ്പോൾ അത് ഈട്ട പേജ് തന്നെ റിപ്ലൈ കൊടുത്തതാണ്. കുഞ്ഞു മക്കൾക്കൊപ്പം ഇരിക്കുന്നത് എന്താ പ്രശ്നമാണെന്ന് പറഞ്ഞിട്ട് വന്നവനാണോ ഈ മത നേതാവ്? അഴിഞ്ഞാടലാണ് അല്പവസ്ത്രമാണെന്ന് പറഞ്ഞതാണോ മതം? വെറുതെ ബാക്കിയുള്ളവരെ പറയിപ്പിക്കാൻ. നീ ഒരു പൊട്ടൻ തന്നെ. ആദ്യം അയാൾ എന്താ പറഞ്ഞതെന്ന് നോക്കുക. അല്ലാതെ ഇവിടെ മറ്റുള്ളവർ ഡാൻസ് ചെയ്യുന്നതിനോ വ്യായാമത്തിനോ ആരും എതിരല്ല. വ്യായാമത്തിനൊന്നും എതിരല്ല. പിന്നെ എന്ത് മൂഞ്ചാനാണോ എതിര്? മതകാര്യം എന്ന പള്ളിയിലിരുന്ന് പറഞ്ഞാൽ മതി. അത് പൊളിച്ചിട്ടാ എന്നാൽ ആർച്ച് നാഥൻ. ശരിയിടാ മോനെ. സ്കൂൾ പഠിക്കുന്ന പുറത്ത് അകത്ത് വേണ്ട. മതം അത് സ്കൂൾ പഠിക്കുന്നതാണ്, പുറത്ത്. ഓക്കെ, മതത്തിൻ്റെ കാര്യം മതസംഘടനകളാണ് തീരുമാനിക്കുന്നത്. നല്ല മൈന്താണല്ലേ ഈ മതത്തിൻ്റെ അട്ടിപ്പേറവകാശം ഏത് സംഘടനക്കാണ്? അല്ലെങ്കിൽ സ്കൂളുകളുടെ കാര്യം തീരുമാനിക്കുന്നത് സർക്കാരാണ്. ഇങ്ങനെയൊക്കെ സ്വന്തം വീട്ടിലുള്ളൊരു കാര്യം നോക്കിയാൽ മതി. വാവ്, ദാറ്റ്സ് അണ്ണാക്കിൽ. അത്ര ആത്മാർത്ഥമുള്ള മത നേതാക്കന്മാരാണ്. ആദ്യം മദ്രസയിൽ CCTV വെക്ക്. ആഴ്ചയിൽ ഓരോന്ന് വെച്ച് പുറത്തു വരുന്നുണ്ടല്ലോ. മത നേതാക്കന്മാരൊക്കെ അന്ന് താലിബാനിസം നടപ്പിലാക്കുന്ന നാട്ടിൽ ഈ രാജ്യത്ത് ഭരണ സംഘടനയും തിരഞ്ഞെടുക്കപ്പെട്ട ഭരണാധികാരികളുണ്ട്. അവർ ചെയ്തോളും. 30% ആയപ്പോഴേക്കും ഇങ്ങനെ 50 നീയൊക്കെ ഭരണഘടന വലിച്ചെറിഞ്ഞ് ഇസ്ലാമിക റിപ്പബ്ലിക് ഉണ്ടാക്കുമല്ലോ. എൻ്റെ നാട്ടിലൊക്കെ എല്ലായിടത്തും CCTV ഉണ്ട്. നിൻ്റെ നാട്ടിലൊക്കെ നാട്ടുകാരുടെ കഴിവിട്ട്. പിന്നെ മദ്രസയിലൊക്കെ വെക്കുന്ന നാട്ടുകാരല്ല, ഒന്ന് പോയാട്ടാണ്. പള്ളി കമ്മിറ്റിക്കാർ തീരുമാനിച്ചിട്ടാണ് നമുക്ക്. അവരുടെ കൊന്തളിപ്പോൾ പുറത്ത് അറിയാണ്ടിക്കണ്ടിക്കൽ അവർ വെക്കൂല, അത്രേ ഉള്ളൂ. എൻ്റെ വീട്ടിലുണ്ടെന്ന് വെക്കുന്നുണ്ട്, ശരിക്കും ഉള്ളിലാണ് വെക്കണ്ടേ, അല്ലാണ്ട് പുറത്തല്ല. അതായത് നിങ്ങൾ ഇതുപോലെ മതം തലക്കി പിടിച്ച മന്ത്രങ്ങൾ പറയണം. അല്ല, അവനെ കൊതം കയറി വിടുക കേട്ടോ. എന്നിട്ട് ഉറപ്പില്ലാണ്ട് അവൻ റിപ്ലൈ കൊടുക്കുന്നുണ്ട്. സംഘടന മതി, സമുദായത്തിൻ്റെയും മനുഷ്യരുടെയും കാര്യം പറയുമ്പോൾ കുറേ വ്യത്യാസമുണ്ട് ചങ്ങാതി. ഇനിയത്തെ കമൻറ്റ് എൻ്റെ തട്ടാ. അവൻ എന്നെ റിപ്ലൈ കൊടുത്തതാണ്. ആ വെനം എന്ന് പറഞ്ഞൊരുത്തിന് വെനമല്ല, അവൻ ശരിക്കും വാണമാണ്. എടാ മോനെ, അല്പവസ്ത്രം ഇട്ട് കളിക്കുന്നത് സാമ്പ, ഇത് സൂമ്പ. ചെറിയ കുട്ടികൾ സൂമ്പ കളിക്കുന്നതിന് കമ്പിയാവുന്നത് ആർക്കാണെന്ന് നമ്മൾ ഈ ആഴ്ചയിൽ കണ്ടതാണ്. സംഭവം സത്യമാണ്. ഇത് സാമ്പ കണ്ടിട്ട് സൂമ്പയാണെന്ന് പറഞ്ഞിട്ട് അല്പവസ്ത്രം. ഇവിടെയാണ് അല്പവസ്ത്രം. നമ്മളിപ്പോൾ ഇവന്മാരുടെ മതപണ്ഡിതന്മാരുടെ നേതാക്കന്മാരുടെ അണ്ണാക്കിലേക്ക് കൊടുക്കുന്ന കുറേ വീഡിയോ നമ്മൾ കണ്ടു. സ്കൂളുകളിൽ ഇതൊക്കെ വെറും മയിലാണ്, നമ്മളിത് മുന്നോട്ട് തന്നെ കൊണ്ടുപോകുന്നുള്ളൊരു നിലപാടാണ് സർക്കാർ കൊണ്ടുവരുന്നത്. അതുമാത്രമല്ല, വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി പറഞ്ഞേക്കുന്നത്, അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടാണ് അദ്ദേഹം പറഞ്ഞേക്കുന്നത്. ഇതിലൊന്നും ഇടപെടണ്ട, നീയൊക്കെ നിൻ്റെ പണി നോക്കിപ്പോൾ എന്നൊരു രീതിയിൽ വളരെ മാന്യമായിട്ടാണ് പറഞ്ഞത്. സംസാരിക്കാനും പറയാനൊക്കെ ഇവിടെ സർക്കാരുണ്ട്, അതിനനുബന്ധപ്പെട്ട വകുപ്പുകളുണ്ട്. അപ്പോൾ ഇത് അല്പവസ്ത്രം എന്താണ് ഈ അല്പവസ്ത്രം? അല്ലെങ്കിൽ തന്നെ ഈ ടീഷർട്ടും ഇതുമാണോ അല്പവസ്ത്രം? മുഴുവനായിട്ടുള്ളത് പർദ്ദ,
ബാക്കിയുള്ളതൊക്കെ അല്പവസ്ത്രം. അത് ഇവിടുത്തെ ലോജിക്ക് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്താ ചെയ്യുക? പിന്നെ മുസ്ലിങ്ങളെ പറയിപ്പിക്കാനായിട്ട് കുറേ എണ്ണമുണ്ട്, ആ കൂട്ടത്തിൽ കണ്ടാൽ മതി. അതൊക്കെ അത്രേ ഉള്ളൂ. മറ്റേ അവനല്ലേ, മറ്റേ എന്തിൻ്റെ അവൻ്റെ പേര്, മറ്റേ വിസ്ഡത്തിൻ്റെ പ്രസിഡൻ്റാ, അങ്ങനെ എന്തൊരു കോപ്പൻ. ഉഫ്, മണ്ടത്തരം വിളിച്ച് പറയാനുള്ളൊരു തൊലിക്കട്ടിയാണ്. അന്ന് മറ്റേ സ്മൃതി പരുത്തിക്കാടിൻ്റെ ഇതുണ്ടായിരുന്നു, ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാടെന്ന് കണ്ടത് പ്രോഗ്രാമിൻ്റെ പേര്. അതിൽ അവനെ വലിച്ചിട്ട് കീറി കൊതങ്കീറി വിട്ടു. എന്നിട്ട് ഉളുപ്പില്ലാതെ അത് അത് കാണേണ്ട സാധനം കേട്ടോ. എനിക്ക് ക്ലിപ്പ് എനിക്ക് കിട്ടിയിട്ടില്ല, ഞാൻ ഒന്ന് സെർച്ച് ചെയ്തിട്ട് നോക്കിയിട്ട് പറഞ്ഞുതരാം. അതൊക്കെ റിയാക്ട് ചെയ്യണമെന്നുണ്ട്, കുറേ ടൈം എടുക്കും, ചിരിച്ച് പണ്ടാറെടുക്കും. അതിൽ അവനെ ഊക്കി വിടാനുള്ള സാധനം അവൻ തന്നെ എടുത്തിട്ട് വിടുക. കാരണം എനിക്ക് ഒന്ന് ഊക്കിയിട്ട് നാലാൾ അറിയട്ടെ വെച്ചിട്ട്. കാരണം ഇമാതിരി ഒരു വാണത്തൊന്നും ഞാൻ ഇതിൽ കണ്ടിട്ടില്ല. പക്ഷേ മുസ്ലിം മതം എന്നാൽ അതിന് മതപരമായ വീക്ഷണങ്ങളുണ്ട്. അത് പറയേണ്ടത് മതപുരോഗതിനും മതപണ്ഡിതരും അല്ലാതെ മമ്മൂട്ടിയോ മൈക്ക് മുഹമ്മദ് ബഷീറോ മുഹമ്മദ് റാഫിയോ കമല സുരയ്യോ അല്ല. അതങ്ങ് പള്ളിയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സഭയിൽ. ഇത് ഗവൺമെൻറ് സ്കൂളാണ്, ഇവിടെ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കാൻ സർക്കാരുണ്ട്. വാവ്, ആ കമൻറ്റിൻ്റെ ലൈക്ക് വളരെ നല്ലത് സഹോദര. പക്ഷേ ഒരു കാര്യം ഓർത്ത് നോക്ക്, മറ്റു രാജ്യങ്ങളുടെ പോലെ നമ്മുടെ സ്കൂൾ ടൈം മാറ്റാൻ നോക്കിയപ്പോൾ, മറ്റു രാജ്യങ്ങളുടെ പോലെ ആണിന് വേണ്ടി ഒരു യൂണിഫോം ആക്കാൻ നോക്കിയപ്പോൾ, ഇപ്പോൾ ഇത് ഇങ്ങനെ ഒരു മാറ്റം വരുത്താൻ നോക്കുമ്പോൾ ഇതുപോലെ മുടക്കുന്നത് തന്തയില്ലായ്മ തന്നെയാണ്. ഒഴുകുകളും പുരോഗതിയും ഇല്ലാതെ മതം പറഞ്ഞ് നോർത്ത് ഇന്ത്യ കിടക്കുന്ന പോലെയാണ് ഇവിടെ. അതെ, നോർത്ത് ഇന്ത്യ ആക്കുന്ന പോലെ തന്നെയാണ് ഇവിടെയും. അത് ചുരുട്ടിക്കൂട്ടി ആസനത്തിൽ തിരികെക്കോ. ഓഫ്, അതെല്ലാം ഗോറ്റ് അണ്ണാക്ക് ത്രൂ കോതങ്ക് കയറൽ. ഏത് മതമായാലും അത് മത സ്ഥലങ്ങളിലായിക്കോ, പൊതുവിദ്യാലയങ്ങൾ വേണ്ട. അതുതന്നെ എനിക്കും പറയാനുള്ളത്. ഇപ്പം മതപരമായിട്ടുള്ള കാര്യങ്ങൾ അതിൻ്റേതായിട്ടുള്ള സ്ഥലങ്ങളിൽ, അമ്പലങ്ങളിലോ പള്ളിയിലോ പോയിട്ട് ചെയ്യുക. സൂംബ എല്ലാവരെ കൊണ്ട് നിർബന്ധിച്ച് ചെയ്യിപ്പിക്കണം എന്നല്ല, അതിപ്പം എല്ലാവരും ചെയ്യണം. അത് അല്പവസ്ത്രമായിട്ട് നിർബന്ധിച്ച് ചെയ്യിക്കേണ്ട ഒരു പരിപാടിയൊന്നുമല്ല. നിങ്ങൾ ഈ അല്പവസ്ത്രം തന്നെയാണ് ഇതിനിപ്പോഴും എനിക്ക് കമൻറ്റ് വന്നുകൊണ്ടിരിക്കുന്നതും. അല്പവസ്ത്രം എന്നുള്ളതാണ്. പൊന്നും മൊണ്ണകളെ, അത് അല്പവസ്ത്രമായിട്ട് കളിക്കുന്നത് സാമ്പ. ഞാൻ വീണ്ടും പറയാണ്, നിങ്ങൾക്ക് ഇത്രയും ബോധമില്ലേ? മുസ്ലിങ്ങളുടെ മൊത്തം അട്ടിപ്പരാശ ആരാണ് ഇവറ്റകൾ കൊടുത്തത്? പറയിപ്പിക്കാനായിട്ട് കുറേ കോണിച്ച മത നേതാക്കളില്ല. അന്ന് ഇന്നും നേരം എടുക്കാത്ത ഒരു കൂട്ടം. അതിട്ടിരിക്കുന്നത് ഒരു മുസ്ലിം സമുദായത്തിൽപ്പെട്ടൊരു പയ്യനാണ്. കൊള്ളാം, അത് നൈസായിട്ടുണ്ട്. മതത്തിൻ്റെ കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് മത നേതാക്കൾ, അവരത് പറയും. അതിൽ നിരീശ്വരവാദികളും വർഗീയവാദികളും മറുപടി പറയേണ്ട ആവശ്യമില്ല. ഒരു സമൂഹത്തിൽ ശക്തമായി എതിർക്കുന്നതെന്ന് കരുതി അവർ സ്വാതന്ത്ര്യമില്ല എന്നാണ് അവർ എപ്പോഴും നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന ഒരു പ്രശ്നം. മുസ്ലിം എന്ന കാര്യത്തിൽ അഭിപ്രായം എതിർപ്പും പ്രവചനങ്ങളും ഒതുക്കാൻ ശ്രമിക്കുന്ന തീവ്രവാദ മുദ്രാവാക്യം ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. മത നേതാക്കൾ അഭിപ്രായം പറഞ്ഞപ്പോൾ അവരെ വിളിച്ച് ചർച്ച ചെയ്ത് സംസാരിച്ചാൽ അവസാനിക്കുന്നതായിരുന്ന പ്രശ്നം മുസ്ലിം സമൂഹത്തെ മുഴുവൻ തീവ്രവാദ മുദ്രകുത്തി ഈ വിഷയം വഷളാക്കിയ സർക്കാർ തന്നെയാണ്. മുണ്ടക്കിയ വിഷയത്തിൽ സർക്കാരിൻ്റെ അനാസ്ഥ നിലമ്പൂരുള്ള തോൽവിയാക്കിയ വിഷയമായപ്പോൾ അതിനെല്ലാക്കിയ നാടകമാണ് ഇത്. ഓക്കെ, അപ്പോൾ എന്തിനാണ് നിങ്ങൾ അല്പവസ്ത്രം എന്ന് പറഞ്ഞിട്ട് അതിനെ എതിർക്കാൻ നിൽക്കുന്നത്? അത് അല്പവസ്ത്രം ഇട്ട് കളിക്കേണ്ട ഒരു സാധനമല്ല. ഞാൻ വീണ്ടും റിപ്പീറ്റഡ് ആയിട്ടാണ് പറയുന്നത്. കാരണം നിങ്ങൾക്ക് അത്രയെങ്കിലും ഒരു ബോധം ഉണ്ടാട്ടെ. ഈ വീഡിയോ നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ കാണുന്നുണ്ടെങ്കിൽ, സമുദായം എതിർക്കുന്നതിൻ്റെ കാര്യം വെറുതെ ഷോ, ഒരു കാര്യമില്ല. കാരണം വിദ്യാഭ്യാസ കാര്യങ്ങളിൽ ഇവർക്കൊന്നും ഇടപെടാനുള്ള ഒരു കാര്യമില്ല. കാരണം മതം 18 വയസ്സിന് ശേഷം മാത്രം പഠിച്ചാൽ മതി എന്നൊരു നിയമം വന്നതിൽ എല്ലാം മുമ്പിൽ കുത്തും. മതവും ജാതിയും ഇവിടെ തമ്മിത്തല്ലിക്കലല്ലാണ്ട് വേറെ എന്ത് പറയുക ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്? ഒന്ന് ചോദിച്ചോക്കട്ടെ, ഇവിടെ എന്ത് പറയുക ഉണ്ടാക്കിയിട്ടുള്ളത്? ഒരു മതം മാത്രമല്ല, എല്ലാ മതവും. അതായത് അമിതമായി മതത്തിനെ നമ്മൾ തിന്നുന്നുണ്ടെങ്കിൽ മത തീവ്രവാദം തന്നെയാണത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പം മുഹമ്മദും ജിതിനും ഒന്നിച്ചിരുന്ന് ഫുഡ് കഴിക്കുമ്പോൾ അവർക്ക് തമ്മിലില്ലാത്ത ഒരു പ്രശ്നം അവിടെ നിന്ന് മൂന്നാമതൊരു മൈരം വന്നിട്ട് നമ്മളെ ഉള്ളിൽ അങ്ങ് ഉണ്ടാക്കിത്തരും. അതിപ്പോൾ ഒരു മുഹമ്മദോ അല്ലെങ്കിൽ ഒരു അജ്മലോ അല്ലെ മറ്റൊരു കൃഷ്ണനോ അങ്ങനെ ആരെങ്കിലുമൊക്കെ ആയിരിക്കാം. അപ്പോൾ ഇവന്മാർ ഈ മതം തിന്നിട്ടാണ് ജിതിൻ്റെയും മുഹമ്മദിനെയും തമ്മിൽ തെറ്റിക്കുന്നത്. അപ്പോൾ ഇവർ ഈ ആൺകുട്ടികൾ പെൺകുട്ടികൾ ഒന്നിച്ചിരുന്ന് കഴിഞ്ഞാൽ പണ്ണൽ മാത്രമേ ഉള്ളൂ. അതും ചെറിയ മക്കളാട്ടോ. ഈ ചെറിയ മക്കളെയൊക്കെ കണ്ട് കമ്പിയാണെന്നുണ്ടെങ്കിൽ ഇവരെയൊന്നും പറയാൻ പറ്റില്ല. ഇതിനൊക്കെ ഈ കമൻറ്റൊക്കെ നോക്കിയിട്ടിട്ട് ഊക്കി വിടണം മൈരുകളെ. അപ്പോൾ ഇതിനെ മറുപടി പറയാൻ എങ്ങനെയാണ് പറ്റുക? മറുപടി പറയാൻ ഒന്ന് ആലോചിച്ച് നോക്കിയേ. കാരണം ചെറിയ മക്കളുടെ കേസാണ്. പിന്നെ നമ്മുടെ നാട്ടിലുള്ള ഫുഡിൻ്റെയും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഉൾപ്പെടുന്ന സമൂഹം ഇപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ അഡിക്റ്റ് ആയിട്ടുള്ളത് അറേബ്യൻ ഫുഡുകളും അതുപോലെ ചൈനീസ് ഫുഡുകളും അതുപോലെയുള്ള എന്താ പറയുക, ഇപ്പം അങ്ങ് കടന്നു വന്നിട്ടുള്ള കുറേ ഫുഡുകളൊക്കെയാണ് ഇവിടെ ഭരിക്കുന്നത്. ഇപ്പോൾ ഷവർമയാണെങ്കിലും എല്ലാ കാര്യങ്ങളാണെങ്കിലും. അപ്പോൾ എല്ലാം കഴിക്കുമ്പോഴും ചിലർ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ കഴിക്കും. പിന്നെ ഇപ്പോഴത്തെ ഒരു ജങ്ക് ഫുഡിൻ്റെ ഒരു അവസ്ഥ വെച്ചിട്ട് എല്ലാവരും കിട്ടുന്നവർക്കൊക്കെ കഴിക്കലാണ്. അപ്പോൾ അത്തരത്തിൽ കുട്ടികൾക്കും അങ്ങനെ കഴിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അപ്പോൾ കുട്ടികൾക്കും അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ
അനാവശ്യമായിട്ടുള്ള കൊഴുപ്പുകളും കാര്യങ്ങളൊക്കെ വന്ന് ശരീരത്തിൻ്റെ ഒരു താളം തന്നെ തെറ്റിപ്പോകും. അപ്പോൾ ഇത്തരത്തിലുള്ള വ്യായാമ മുറകൾ സംഗീതത്തിൻ്റെ അകമ്പടിയോട് കൂടിയിട്ട് ചെയ്യുന്ന സമയത്ത് മാനസിക ഉല്ലാസം അതുപോലെ മാനസിക സന്തോഷമൊക്കെ ഉണ്ടാവും. അപ്പോൾ മാനസികമായിട്ട് ഉല്ലസിക്കണ്ട, സന്തോഷിക്കണ്ട എന്നൊക്കെ പറയുന്നത് പച്ചക്കറ തന്തയിലെത്തരാണ്. എന്തുകൊണ്ട് മനുഷ്യന്മാർക്ക് ഉല്ലസിക്കാനും ഒറ്റ ജീവിതമുള്ളൂ, മരിച്ചു കഴിഞ്ഞാൽ മണ്ണിൻ്റെ അടിയിലാണ്. അല്ലാണ്ട് സ്വർഗത്തൊന്നും പോയിട്ട് ആടുന്ന് മറ്റേ പുഴ കിട്ടും, തേനിൻ്റെ പറ കിട്ടുന്ന പറഞ്ഞാൽ ഒരു തേങ്ങയും കിട്ടാൻ പാടില്ല. അവിടെ ബുദ്ധി വെച്ച് ചിന്തിച്ച് നോക്കുക, അവിടെ ഒരു തേങ്ങയുമില്ല. നിങ്ങളുടെ ആരെങ്കിലും സ്വർഗത്തിൻ്റെ റിവ്യൂ പറ്റുണ്ടോ? ഈ മതപണ്ഡിതന്മാർ സ്റ്റേജിൽ വന്നിട്ട് 1 കിലോമീറ്ററല്ല 120 കിലോമീറ്റർ ആ റൂമിൽ നിന്ന് ഇവിടെ നിന്ന് അങ്ങേയറ്റത്ത് ഓട്ടോറിക്ഷ ഓടിച്ചിട്ട് പോകും. 120 കിലോമീറ്റർ എന്താടാ വിവരമില്ലേ? ഇത്തരത്തിലുള്ള മണ്ടത്തരങ്ങളൊക്കെ പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ വേറെ കുറേ പറയാനുണ്ടപ്പാ. ഇത് എന്തെന്നാ പറയുക, ഇവരെങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാമെന്ന് എനിക്ക് തിരിയുന്നില്ല. എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും? അതായത് കുട്ടികൾ പ്രത്യേകിച്ച് ഏത് സമുദായം ആയിക്കോട്ടെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നിങ്ങളെ കുട്ടിയെ സ്കൂളിൽ വിടാണ്ടിരിക്കുക, മതപഠനത്തിന് മാത്രം വിട്ടേക്കുക. അതും കുട്ടികളുടെ ഇഷ്ടപ്രകാരമല്ലല്ലോ നിങ്ങൾ വിടുന്നത്. മതം പഠിക്കാൻ കുട്ടികളുടെ ഇഷ്ടപ്രകാരം. നിങ്ങൾ കുട്ടീനോട് ചോദിച്ചില്ല നിങ്ങൾക്ക് മതം പഠിക്കാൻ ഇഷ്ടമാണോ? ഏത് മതത്തിനെ ആയിക്കോട്ടെ, ഞാൻ ഒരു മതത്തിന് മാത്രമല്ല, ഞാനിപ്പോൾ എൻ്റെ മതത്തിനും കൂടിയിട്ടേ ചോദിക്കുന്നത്. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുക. ആദ്യം വേണ്ടത് മനുഷ്യത്വമായിട്ട് പെരുമാറാനുള്ള ഇത് പഠിപ്പിച്ചു കൊടുക്കുക. ഈ അടുത്ത് ഞാനൊരു ഉസ്താദിൻ്റെ തന്നെ ഒരു വീഡിയോ കണ്ടതാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു, അവിടെ ഇത്രയും നല്ല വിദ്യാഭ്യാസം അറിവുള്ള ആൾക്കാരുണ്ടായിട്ടാണ് ഇങ്ങനത്തെ മൊണ്ണകളാ ഇതിനൊക്കെ ചർച്ചക്കൊക്കെ വിളിക്കുന്നത്. അവരും പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ ഇതുപോലെ തന്നെയാണ്. ഇപ്പോൾ ജയ് ശ്രീരാം വിളിച്ചത് കൊണ്ട് മതത്തിൽ നിന്ന് പുറത്താക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നമ്മൾ അള്ളാഹു അക്ബർ വിളിച്ചുകൊണ്ട് നമ്മൾ തീവ്രവാദി ആവുന്നില്ല. അപ്പോൾ ഈ തീവ്രവാദം ഇതൊക്കെ പറയുന്നത് അവർ നമ്മുടെ കണ്ണ് പൊടിയുന്നൊരു പരിപാടിയാണ്. നമ്മളാരും അങ്ങനെ തീവ്രവാദികളൊന്നും ആക്കുന്നില്ല. പക്ഷേ ഈ മതം മാത്രം തിന്ന് ജീവിച്ച് അത് മാത്രം ഛർദ്ദിച്ച് വർഗീയത ഉണ്ടാക്കുന്നവർ മത തീവ്രവാദികൾ തന്നെയാണ്. അല്ലാണ്ട് ഒരു സമുദായം മൊത്തം തീവ്രവാദികളാണ് എന്നൊന്നും നമ്മളാരും പറയുന്നില്ല. ഇപ്പം ഞാൻ തന്നെ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അള്ളോ എന്ന് വിളിക്കാറുള്ളൂ, അല്ലാണ്ട് എൻ്റെ കൃഷ്ണ എന്ന് വിളിക്കുന്നത് വളരെ കുറവാണ്. അതൊന്നും വിശ്വാസത്തിൻ്റെ പുറത്തല്ല, അതെന്തോ ഒരു വായിൽ പണ്ട് മുതലേ വന്നൊരു സാധനമാണ്. മുന്നേ ഞാനൊരു വിശ്വാസിയായിരുന്നു, ഇപ്പം നിരീശ്വരവാദിയാണ്. ഇതിലൊന്നും വലിയ താല്പര്യമില്ല. കാരണം നമ്മൾ ഇപ്പോഴുള്ള പ്രസൻറ്റ് എങ്ങനെയാണോ അതിലങ്ങനെ അങ്ങോട്ട് ജീവിച്ച് അങ്ങോട്ട് പോവുക, മരിക്കുന്നത് വരെ അങ്ങ് പോവുക. അല്ലാണ്ട് അങ്ങുണ്ട് ഇങ്ങുണ്ട് ഒന്നും ഒരു മൈലും എനിക്കില്ല, അത്രേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ നാട്ടിലുണ്ടാകുന്ന സമയത്ത് നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് അതിന് വേണ്ടിയിട്ടുള്ള പരിപാടീസൊക്കെ ചെയ്ത് സെറ്റാക്കിയിട്ട് ഏത് മതസംഘടനയാണെങ്കിൽ ശരി. ഇപ്പം എൻ്റെ നാട്ടിലുള്ള കാര്യം പറയുകയാണെങ്കിൽ, എൻ്റെ നാട്ടിലുള്ള പുല്ലോട്ടുംകാവിലെ ഉത്സവം, അതിന് കാഴ്ച വരവ് എന്നൊരു മറ്റൊരു പരിപാടിയുണ്ട്. കാഴ്ച വരവിന് സംഘടന നേതൃത്വം വഹിക്കുന്നത് മുസ്ലിം സഹോദരന്മാരാണ്. അത് ഇവിടെ നമുക്ക് വലിയ അത്ഭുതമുള്ള കാര്യമല്ല. പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ ഉള്ളിലേക്ക് അറിയാണ്ട് കടന്നു വന്നൊരു കാര്യമാണ് ഇപ്പോൾ ഈ ഹിന്ദു മുസ്ലിം സൗഹൃദം. അപ്പോൾ അതിനെ ഭയങ്കരമായിട്ട് ഇപ്പോൾ അയ്യോ അവൻ അജ്മൽ ജിതിനായിട്ട് സംസാരിക്കുന്നു, അത് ഭയങ്കര വലിയ കാര്യമാണ്. അവിടെ നമുക്ക് അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായില്ല പണ്ട്. അപ്പോൾ ഈ പറയുന്ന വർഗീയത ഉണ്ടാക്കിയിട്ടുള്ളത് ഈ മത നേതാക്കന്മാരാണ്. ഹിന്ദു മത നേതാവാണെങ്കിലും മുസ്ലിം മത നേതാവാണെങ്കിലും ക്രിസ്ത്യൻ മത നേതാവാണെങ്കിൽ പോലും ഈ പരിപാടിയെല്ലാം ഉണ്ടാക്കിയിട്ടുള്ളത് നിങ്ങൾ മാത്രമാണ്. നിങ്ങളുടെ വളർച്ച കൂടിക്കൂടി വരുന്തോറും ഇവിടെ വർഗീയത കൂടി വരുന്നത്. നമ്മളെപ്പോലെ നോർമലായി ഒരു മനുഷ്യനായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരുടെ ഉള്ളിൽ പോലും അവൻ മുസ്ലിമാണ് എന്ന് കുത്തിവെക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ എന്താ പറയുക, നിങ്ങളെ കൊടിയ വിഷമാണത്. മനസ്സിലായോ? നിങ്ങളെ വിജയം എന്നൊന്നും പറയാൻ പറ്റില്ല. വിജയം എന്ത് വിജയോ? ഈ മതം ഉണ്ടാക്കിയിട്ട് വർഗീയത ഉണ്ടാക്കുന്നുള്ള വലിയ വിജയോ? ആൾക്കാരുടെ മതത്തിൻ്റെ പേരുമായിട്ട് ഒന്നിപ്പിക്കാൻ ശ്രമിക്കുക. അങ്ങനെയുള്ള കുറേ ആൾക്കാരുടെ പേരാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഷുക്കൂർ വക്കീൽ പറഞ്ഞിട്ടുള്ള അത് വീഡിയോ ഞാൻ ഫുള്ളൊന്ന് കേൾപ്പിച്ചു കേട്ടോ. യഥാർത്ഥ പ്രശ്നം ഒരുതരം മാനസിക വൈകൃതമാണ് ഇവർക്ക്. ഈ സംസാരിച്ച ആളാരാണെന്നറിയില്ല. അയാൾ കേരളത്തിലെ മുസ്ലിം സമുദായത്തെ റെപ്രസെന്റ് ചെയ്യുന്ന ആളാണെന്ന് ഞാൻ വിചാരിക്കുന്നേ ഇല്ല. കേരളത്തിലെ മുസ്ലിം സമുദായത്തിലെ മഹാഭൂരിപക്ഷവും ഇവരുടെ നിലപാടുകൾക്ക് ശക്തമായ എതിർപ്പുള്ളവരാണ്. അയാൾ ഒരിക്കലും കേരളത്തിലെ മുസ്ലിം സമുദായത്തെ റെപ്രസെന്റ് ചെയ്യുന്ന ആളെയല്ല. ശ്രീമതി ലാലി സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ മുസ്ലിങ്ങൾ ഈ വൈജാത്യങ്ങളെയും ഇതിൻ്റെ എല്ലാ വിവിധ വശങ്ങളെയും കൃത്യമായി സ്വീകരിക്കുന്ന ഒരു സമൂഹമാണ്. കേരളത്തിൻ്റെ സാമൂഹ്യ വളർച്ചയിൽ മുസ്ലിം സമുദായത്തിന് ഗണ്യമായ പങ്ക് വഹിക്കാനുണ്ട്. കേരളത്തിൻ്റെ സിനിമയിലാവട്ടെ, നാടകത്തിലാവട്ടെ, പുസ്തകരചനയിലാവട്ടെ, കേരളത്തിൻ്റെ സാംസ്കാരിക തലത്തിലാവട്ടെ, എല്ലാ മേഖലയിലും കേരളത്തിലെ മുസ്ലിം സമുദായത്തിൻ്റെ കൃത്യമായ കയ്യൊപ്പുണ്ട്. അവർ ഇതിലൊക്കെ ഉൾക്കൊള്ളുന്നവരും അംഗീകരിക്കുന്നവരുമാണ്. ഇപ്പം ഈ പച്ചവെള്ളത്തിന് തീപിടിക്കുന്ന രീതിയിലാണ് കേരളത്തിലെ വർഗീയത. എന്നിട്ട് ഇവരുമായി സർക്കാർ ചർച്ച നടത്തണം. ആരുമായിട്ട് സർക്കാർ ചർച്ച നടത്തേണ്ടത്? തൊട്ട് മുമ്പ് എനിക്ക് മുമ്പേ സംസാരിച്ച അയാളുമായിട്ടാണോ?
അയാൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്? കേരളത്തിലെ മുസ്ലിം സമൂഹത്തെക്കുറിച്ച് അയാൾക്ക് എന്ത് ധാരണയാണുള്ളത്? നിങ്ങൾക്ക് പ്രേം നസീറിന്റെയും മമ്മൂട്ടിയുടെയും ഉമ്മറിന്റെയും സമുദായമാണെന്നേ, വൈക്കം ബഷീറിന്റെയും മാധവിക്കുട്ടിയുടെയും സമുദായമാണത്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഒരു ധാരണയില്ല. നിങ്ങൾ മുജാഹിദ് ബാലുശ്ശേരിയും എം അക്ബറും പറയുന്നതാണ് കേരളത്തിലെ മുസ്ലിങ്ങളുടെ നിലപാട്. നിങ്ങൾ വിചാരിക്കല്ലേ സംഗീതം തെറ്റാണെന്ന് പറയുന്നത് എം അക്ബറും സംഗീതം കേൾക്കൽ മോശമാണെന്ന് പറയുന്ന ബാലുശ്ശേരി അല്ല മുസ്ലിങ്ങളുടെ പ്രതിനിധി. ഞങ്ങൾക്കൊരു മുഹമ്മദ് റാഫിയുടെ സമുദായമാണിത്, വൈക്കം ബഷീറിന്റെ സമുദായമാണിത്, മമ്മൂട്ടിയുടെയും സിദ്ദീഖിന്റെയും ഉമ്മറിന്റെയും ലാലിയുടെയും സമുദായമാണിത്. പിന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്, ഇപ്പോഴാണ് പിണറായി ഗവൺമെന്റ് നമ്മുടെ നാട്ടിൽ യുവജനോത്സവം ഇൻട്രൊഡ്യൂസ് ചെയ്തതെങ്കിൽ നമ്മളൊരു ഒപ്പന അനുവദിക്കുമോ, കോൽക്കളി അനുവദിക്കുമോ, മാർക്കം കളി അനുവദിക്കുമോ, ഭരതനാട്യം മുസ്ലിം കുട്ടികൾക്ക് പഠിക്കാൻ ഒരു സമ്മതിക്കുമോ? നമ്മളത് ആലോചിച്ച് നോക്ക്. പുള്ളി പറഞ്ഞത് കേട്ടല്ലോ. അപ്പോൾ അതിൽ അത്ര എല്ലാ കാര്യങ്ങൾക്കും. പിന്നെ വേറൊരു നാറി ചോദിച്ചായിരുന്നു ഒപ്പന പഠിപ്പിക്കുമെന്ന്. ഒപ്പന എന്ന് പറയുന്നത് എന്താണ്, അല്ലെങ്കിൽ കഥകളി എന്ന് പറയുന്ന സാധനം എന്താണ്? നിങ്ങൾ ഓഫീസിൽ പോകുമ്പോൾ ഒപ്പന കളിച്ചിട്ട് കയറിയാൽ മതി എന്ന് പറഞ്ഞാലേ നിങ്ങൾ സമ്മതിക്കുമെന്ന്. ഒപ്പന എന്താണ് അല്ലെങ്കിൽ കഥകളി എന്താണെന്ന് അറിയാത്ത വാണങ്ങളൊക്കെയാണ് ഈ ചാനലിൽ വന്നിട്ട് ചിലക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ ആൾക്കാരൊന്നും ബഹുമാനിക്കാൻ എനിക്ക് തീരെ താല്പര്യമില്ല. ഇപ്പം ഞാൻ എൻ്റെ സമുദായത്തിലുള്ള ആൾക്കാരെ വരെ ഞാൻ കൃത്യമായിട്ട് ഏത് രീതിയിൽ ഞാൻ അവരെ ഉപമിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അവരെ എങ്ങനെയൊക്കെ ഞാൻ വർണ്ണിച്ചിട്ടുണ്ട് എന്നുള്ളത് മുന്നേ ഉള്ള വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഞാനൊരു മതത്തെയും അവഹേളിക്കാനോ അല്ലെങ്കിൽ ഒരു മതത്തെ മൊത്തത്തിൽ അവഹേളിക്കാനോ ഒന്നും ഞാൻ തയ്യാറല്ല. പക്ഷേ ഇങ്ങനത്തെ മതത്തിൻ്റെ പേരും പറഞ്ഞ് കൊണച്ച കളി കളിക്കുന്നവന്മാരെ അവഹേളിക്കാതെ പറ്റില്ല. കാരണം ബഹുമാനിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. കാരണം എനിക്ക് തന്നെ പേഴ്സണലി ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത്, അങ്ങനെ ഒരുപാട് അനുഭവങ്ങളുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ എനിക്കത് പറയാലോ. നിനക്കെന്തറിയാം? ഇവിടെ ഞാൻ ഓഡീഷനൊക്കെ പോണ സമയത്ത്, സിനിമേൻ്റെ ഓഡീഷനൊക്കെ പോണ സമയത്ത് എനിക്കൊരു മുസ്ലിം പള്ളിയിൽ ഉറങ്ങാനുള്ള സൗകര്യം തന്നിട്ടുണ്ട്. അതെൻ്റെ ജാതിയോ മതങ്ങളോ ചോദിച്ചിട്ടല്ല. എൻ്റെ അടുത്ത് വെച്ച് മോനെ എന്താ ചെയ്യുന്നത്? ഞാൻ പറഞ്ഞ് ഇങ്ങനെ സിനിമേൻ്റെ പരിപാടിയായിട്ട് വന്നതാണ്, ഇവിടെ റൂമൊന്നുമില്ല, അപ്പോൾ രാവിലെ അത് കുഴപ്പമില്ല, ഇവിടെ നമ്മൾ ഹോളിൽ അവിടെ വിരിച്ചിട്ട് കിടക്കാം, കുളിക്കുകയാണെങ്കിൽ ഇവിടെ കുളിക്കാം. ഞാൻ പിന്നെ നിരീശ്വരവാദി ആണെങ്കിൽ പോലും പള്ളിയിലാണ്, അതുകൊണ്ട് ഞാൻ ആദ്യം പുലർച്ചെ പോയിട്ട് കുളിച്ചിട്ടാണ് വന്നിട്ട് അവിടെ കിടന്നിട്ടുള്ളത്. അതുപോലെ രാവിലെ എനിക്ക് ഭക്ഷണം കൊണ്ടു തന്നത് അവിടുത്തെ ഒരു ഉസ്താദാണ്. അപ്പോൾ ഇതൊക്കെ അനുഭവിച്ചിട്ടില്ല എനിക്ക്. അതുപോലെ തന്നെ ഞാൻ മറ്റൊരു സ്ഥലത്തേക്ക് ഓഡീഷന് പോയ സമയത്ത് ഒരുപാട് സ്ഥലങ്ങളിൽ പോയാണ് സ്ഥലത്തിൻ്റെ പേര് ഞാൻ എടുത്തു പറയാത്തത്. ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ മാറിയേക്കാം. അപ്പോൾ ഇതേപോലെ ഒരു ക്രിസ്ത്യൻ പള്ളിയിൽ ഞാൻ അഭയം പ്രാപിച്ചിട്ടുണ്ട്. അതുപോലെ അമ്പലത്തിൽ അന്ന് ഞാൻ രാത്രി എത്തിയ സമയത്ത് അവിടെ ഒരു അന്നദാനം നടക്കുന്നുണ്ടായിരുന്നു. അതിൽ ഞാൻ പങ്കെടുത്തു. അതിലെനിക്ക് നല്ല ഫുഡും കാര്യങ്ങളൊക്കെ കിട്ടി. എൻ്റെ അവിടുത്തെ അമ്പല കമ്മിറ്റിക്കാരും ഒക്കെ വന്ന് സംസാരിച്ച്. അമ്പല കമ്മിറ്റിക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു കുടുംബക്ഷേത്രമാണ്. അപ്പോൾ അവിടെയുള്ള നമ്പൂരി കുടുംബങ്ങളാണ് മൊത്തത്തിലുള്ളത്. അപ്പോൾ അവരെൻ്റെ ജാതിയോ മതങ്ങളൊന്നും ചോദിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞത് അവിടെ നമ്മളെ എന്തോ ഒരു പേര് പറയും, ഈ കൂത്തമ്പലം അങ്ങനെയൊക്കെ പറയുന്ന ഒത്തിരി പരിപാടി ഉണ്ടല്ലോ, അങ്ങനത്തെ എന്തോ ഒരു പേര് പറഞ്ഞായിരുന്നു അവർ. അപ്പോൾ പറഞ്ഞു അവിടെ കിടക്കാം, അവിടെ രാവിലെ ആകുമ്പോൾ പൂജാരി ഒരു ചെറിയൊരു ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തിൻ്റെ ഒരു ചെറിയൊരു ആരാധനാമൂർത്തി അവിടെ ഉണ്ട്. പക്ഷേ എന്നിട്ട് എന്നെ അവിടെ തൊട്ടടുത്ത് ഉള്ളൊരു പരിപാടിയിൽ അവിടെ കിടക്കാൻ അനുവദിച്ചു. അപ്പോൾ ഇത് ഈ പറയുന്ന പോലെ തന്നെ ഞാൻ അവിടെ പോയി ബാത്റൂമിൽ പോയി കുളിച്ചിട്ടാണ് വന്നിട്ട് കിടന്നത്. അപ്പോൾ ഞാനൊരു നിരീശ്വരവാദി ആണെങ്കിൽ പോലും മറ്റുള്ള മതങ്ങളെ ഞാൻ അവരുടെ വിശ്വാസങ്ങൾക്ക് എതിരായിട്ടാണെന്നും പറയുന്നില്ല. പക്ഷേ അന്ധമായിട്ടുള്ള വിശ്വാസങ്ങളെ ഞാൻ കൃത്യമായിട്ട് എതിർക്കാറുണ്ട്. അവിടെ പോയി പ്രാർത്ഥിച്ചാൽ മാത്രമേ അത് നടക്കൂ, അല്ലെങ്കിൽ അവിടെ ഉരുളിച്ചാൽ അങ്ങനെ നടക്കും, അല്ലെങ്കിൽ അവിടെ പോയി വെളിച്ചെണ്ണ കത്തിച്ചാൽ അങ്ങനെ നടക്കും, ഇതിലൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. എൻ്റെ പ്രവൃത്തി അതിൻ്റെ ഫലം എത്രത്തോളമാണ്, അല്ലെങ്കിൽ ഞാൻ എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യുന്നു അതിനനുസരിച്ചിരിക്കും എനിക്ക് കിട്ടുന്ന റിസൾട്ട്. അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ്. ഇപ്പം എനിക്കെന്തെങ്കിലും ഒരു തെറ്റ് സംഭവിച്ചാൽ ദൈവം എന്നെ ചതിച്ചല്ലോ എന്നല്ല ഞാൻ പറഞ്ഞത്. ഞാൻ എന്നെ തന്നെയാണ് കുറ്റപ്പെടുത്തുന്നത്. എനിക്കെന്തെങ്കിലും വിജയം വന്നാലോ അതിനെ അഭിനന്ദിക്കുന്നത് അത് ഞാനല്ല, ദൈവമേ നന്ദി എന്ന് ഞാൻ പറയാറില്ല. കാരണം ഞാൻ തന്നെയാണ് എൻ്റെ ഈ കൈയും കാലും ഈ ശരീരം ഒക്കെ വെച്ച് ഞാൻ ഓടി നേടിയെടുക്കുന്നത്. പിന്നെ ആ കൂട്ടത്തിൽ എന്നെ ഇതുപോലെ സഹായിച്ചിട്ടുള്ളവരോട് ഞാൻ നന്ദി പറയാറുണ്ട്. എല്ലാവർക്കും നന്ദി. കാരണം ഇതുപോലെ അമ്പലങ്ങളെന്ന് പറയുമ്പോൾ അല്ലെ പള്ളി ഇങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് ഇങ്ങനെയുള്ള കുറച്ച് പരിപാടീസൊക്കെ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ഞാൻ കണ്ടിട്ടുള്ള മതങ്ങളൊന്നും ഇങ്ങനെയല്ല. പിന്നെ സൂമ്പയുടെ കേസിൽ എന്താ പറയുക, ഇവർക്ക് ഇപ്പോഴും സാമ്പയും സൂമ്പയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായിട്ടില്ല. അതുകൊണ്ടാണ്, വേറെ ഒന്നും വിചാരിക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. ഇതിൽ ഞാൻ എന്തെങ്കിലും മിസ്സാക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ അടുത്ത വീഡിയോയിൽ നോക്കിയിട്ട് പറയാം. ഓക്കെ, ബൈ, സീ യു.